ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ വീൽസ് 3 വീൽസ് നമ്മൾ അഴിക്കാൻ വേണ്ടി പോകും. നല്ല റെസ്റ്റ് ആയിരിക്കുന്ന വീൽസാണ്, നല്ല തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല തുരുമ്പ് തന്നെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ അഴിക്കാൻ പോകണം. നമുക്ക് ജാക്കി നമ്മുടെ ഫ്രണ്ട് കൊണ്ടുതന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ജാക്കി വെച്ച് പൊക്കി നമ്മൾ അത് അഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എല്ലാവരും വൈകാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, കമ്മോൺ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഓയിലൊക്കെ കൊടുത്തിട്ട് ഇതിൻ്റെ ഓയിൽ ക്യാപ്പിൻ്റെ അവിടെ കുറച്ച് ഓയിൽ കൊടുത്തിട്ട് അതൊന്ന് ലൂസാക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. നമുക്ക് ഓയിലൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുത്തു നോക്കാം. ഇതിൽ ബ്രേക്ക് ഓയിലൊക്കെ ഫുള്ളാണ്, ബ്രേക്ക് ഓയിലൊക്കെ ഫുള്ളുണ്ട്, കണ്ടോ, ബ്രേക്ക് ഓയിലൊക്കെ ഫുള്ളുണ്ട്. എന്നിട്ടും ബ്രേക്കൊക്കെ നല്ല ജാമാണ്. ഇത് കുറേ കാലം നിർത്തിയിട്ട് കൊണ്ടല്ലേ, അതുകൊണ്ട് ബ്രേക്കൊക്കെ ജാമാണ്. നമുക്കൊന്ന് റിലീസാക്കാൻ പറ്റുമോ? ജാക്കിയൊക്കെ എത്തിച്ചിട്ടുണ്ട്, നോക്കാം നമുക്ക്. നമ്മൾ ഈ വീട്ടിൽ കുറച്ച് എണ്ണ കൊടുത്തിടാൻ പോവാണ്. ഇതൊക്കെ അഴിച്ചാൽ കിട്ടുന്നു ഒരു ഉറപ്പുമില്ല, പക്ഷെ എണ്ണ കൊടുത്തെങ്കിലും റിലീസാക്കാൻ പറ്റുമോ നോക്കാം. ഫ്രണ്ടത്തെ വീട്ടിൽ കുറച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് ബ്രേക്ക് ഓയിൽ ആട്ടോ എടുത്ത് ഇതിലൊക്കെ എണ്ണ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ജാക്കി വെച്ച് ഒന്ന് പൊക്കാൻ പറ്റുമോ നോക്കാം, റീല് റിലീസാക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. റിലീസാവുന്നുണ്ട്. ഇതിപ്പോ ലൂസായി, ടൈറ്റായിരുന്നു, ഇപ്പൊ ലൂസായി. ഈ വീൽ എന്തായാലും അഴിക്കാൻ കിട്ടില്ല ഗൈസ്. നമുക്ക് അപ്പുറത്തെ വീല് അഴിക്കാൻ കിട്ടുന്ന തോന്നുന്നത്, കണ്ടില്ലേ, ഇവിടെ വലിയ തുരുമ്പ് എടുത്തിട്ടില്ല. നമുക്ക് നോക്കാം അഴിക്കാൻ കിട്ടുന്നുണ്ടോന്ന്. അപ്പുറത്തെ ജാക്കി വെച്ച് പൊക്കാം നമുക്ക്. ഈ വീല് റിലീസായിട്ടുണ്ട്, ഇത് അപ്പുറത്തെ വീലും കൂടി റിലീസാക്കാൻ പറ്റും നോക്കാം. നമ്മള് വേറെ ഹാൻഡ്സും കൊണ്ട് വണ്ടി പൊക്കിയിട്ട് ആ കല്ലിൻ്റെ താഴത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. കാരണം അപ്പുറത്തെ സ്പേസ് ഇല്ല നിൽക്കാനും ഇതിനൊന്നും. അപ്പോൾ നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് പൊക്കി ഇപ്പുറത്തോട്ട് വെച്ച്. അങ്ങനെ ഇപ്പുറത്ത് പോയിരുന്ന് ജാക്കി വെച്ചിട്ട് ഇപ്പുറത്തെ വീലും കൂടി റിലീസാക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഈ വീലും കൂടി ഇവിടെ ജാക്കി വെച്ച് പൊക്കാൻ മതി. കിട്ടുമെന്ന് അറിയില്ല, നോക്കാം. വീല് പൊങ്ങിയിട്ടുണ്ട്. അയ്യോ
നമ്മൾ ജാക്കി വെച്ച് പൊക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യാമറ ഈ ഹാൻഡിൽ ബാറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് പൊക്കിയപ്പോൾ അത് താഴെ വീണുപോയി. നമുക്കിനി ഇവിടെ എവിടെയും വെക്കാൻ പറ്റുമോ നോക്കാം. വെച്ച വീണുപോന്ന് അറിയത്തില്ല. വെച്ച് നോക്കാം നമുക്ക്. നമ്മുടെ വണ്ടി ഗിയറിലാട്ടോ നിൽക്കുന്നത്. നേരത്തെ ഞാൻ ഇതിൽ പിടിച്ച് തിരിച്ചിട്ടുണ്ടായിരുന്നു. ആ അപ്പുറത്തെ വീല് കറക്കുമ്പോൾ ഇത് ന്യൂട്രലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ വീട് സുഖമായി കറങ്ങി. ഇപ്പുറത്തെ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇതൊന്നും ജസ്റ്റ് തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇത് ഗിയറിലോട്ട് വീണു. കണ്ടില്ലേ എത്ര തിരിയണുള്ളൂ. ഇനി ഇത് ന്യൂട്രലോട്ട് ആക്കണമെങ്കിൽ നോക്കാം നമുക്ക്. ഇപ്പോഴും ഗിയറിലാണ്. തിരിയുന്നില്ല ഗൈസ്. നേരത്തെ ഞാൻ സെറ്റായി തിരിച്ചു, ഇപ്പം അത് തിരിയുന്നില്ല. കണ്ടില്ലേ ലോക്കാണ്. നമുക്ക് ഈ വീലഴിക്കാൻ പറ്റുമോ നോക്കാം. ഈ വീലഴിച്ചിട്ട് നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ അടുത്ത വീല് കഴിച്ചു ഗൈസ്. എന്നിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണ്? അടുത്ത വീല് നമ്മൾ അഴിച്ചു. ഇതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇപ്പുറത്തൊന്നും വലിയ പോയിട്ടില്ല, പക്ഷെ വെള്ളം നനഞ്ഞ ഭാഗത്ത് ഇത് മൊത്തം പോയിരിക്കുന്നു. എൻ്റെ വീലിനെട്ടുകളാണിത്. നമുക്ക് ഇത് ഊരാൻ പറ്റുമോ നോക്കാം. അതിൻ്റെ ഉള്ളിൽ ലൈനറിൻ്റെയും ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം നമുക്ക്. അയ്യോ, ഇതിൻ്റെ സിലിണ്ടറിൻ്റെ ഒക്കെ അവസ്ഥ നോക്കുക. ബ്രേക്ക് പാഡ്സൊക്കെ ഇടുന്നുണ്ട്, കുഴപ്പമില്ല. സിലിണ്ടറൊക്കെ മാറ്റേണ്ടി വരും ഗൈസ്. സിലിണ്ടറൊക്കെ മാറ്റേണ്ടി വരും. മൊത്തം പോയി, ഒന്നിനും പറ്റില്ല ഗൈസ്. ഉരുമ്പ് എടുത്തിട്ടുണ്ട് അകത്തൊക്കെ. നമുക്ക് ഇതിങ്ങനെ തന്നെ ഇട്ട് വയ്ക്കാം. ഇത് നമ്മൾ തന്നെ വർക്കും ചെയ്യണം, നമ്മൾ തന്നെ ക്യാമറ പിടിക്കണം. അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ക്ഷമിക്കുക ഗൈസ്. നമ്മൾ മൊബൈൽ ഫോണിലാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായിട്ട് പോരായ്മകളുണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ ഒക്കെ പരിഹരിക്കാൻ നോക്കുന്നതാണ്. മച്ചന്മാരെ, നമ്മൾ ഇതും ലൂസാക്കിയിട്ടുണ്ട്. ഇത് അഴിച്ചു നോക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. ഈ വീലെന്തായാലും മൊത്തം പോയിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. മൊത്തം പോയി.
പിന്നെ അകത്തെന്താ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ബാക്ക് സൈഡ് വലിയ കുഴപ്പമില്ല, പക്ഷെ ഫ്രണ്ട് സൈഡ് മൊത്തം പോയി. ഹോളായിരിക്കുന്നത് അവിടെയൊക്കെ ഹോളായി. നമുക്കിനി ഇതിൻ്റെ അകത്ത് ഡിസ്കിൻ്റെ അകത്ത് എന്താ നോക്കാം. അത് വയ്ക്കാൻ കിട്ടില്ല ഗായ്സ്. നമുക്ക് ഫ്രണ്ട് വീല് ഞാൻ ലൂസാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് വീല് അഴിക്കാൻ പറ്റുമോ നമുക്ക് നോക്കണം. നമ്മൾ ഫ്രണ്ട് ലൂസാക്കിയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് അഴിക്കാൻ വേണ്ടി നോക്കാം. നമ്മൾ അടുത്ത വീല് അഴിച്ചിട്ടുണ്ട് ഗൈസ്. മൊത്തം പോയിരിക്കും ഗൈസ്, വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഉപയോഗിക്കാമെന്ന് മാത്രമേ അത്ര തന്നെ ഉള്ളൂ. വേറെ ഒരു കാര്യമില്ല. എന്തായാലും നമ്മൾ ഇതൊക്കെ പുതിയത് വേറെ നമുക്ക് മേടിക്കണം. എന്തായാലും മേടിച്ചിരിക്കും. ഹാൻഡിലൊക്കെ ഫ്രീ ആണ് ഗൈസ്. അത് ഗൈസ് നമ്മൾ നമ്മുടെ വണ്ടിയുടെ 3 വീല് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ ഗായ്സ്. കാരണം നല്ല തുരുമ്പെടുത്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിക്ക് തുരുമ്പുണ്ടായിരുന്നു. ഒരു വീല് നമുക്ക് ഒട്ടും കിട്ടിയില്ല, കാരണം ഹോളായിട്ടുണ്ടായിരുന്നു തുരുമ്പെടുത്തിട്ട്. ബാക്കി 2 വീല് ജസ്റ്റ് നമുക്ക് ഉപയോഗിക്കാം. താൽക്കാലികമായിട്ട് വണ്ടി തള്ളി നീക്കാൻ വേണ്ടി ഇതിൻ്റെ സ്റ്റെപ്പിനി ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഫ്രണ്ടിലത്തെയും ഒരു സൈഡത്തെ വീല് നമുക്ക് താൽക്കാലികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വീല് കിട്ടിയിട്ടുണ്ട്.